ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിന്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊരു 20 അല്ലിയോളം, ചെറിയ അല്ലിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതി. ഇത് ഞാൻ വെളുത്തുള്ളിയുടെ ഒരു തൊലിയോട് കൂട്ടിയിട്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ നല്ലൊരു പൊടി പോലെയുള്ള ഒരു മസാല കിട്ടും. കൂടാതെ നമുക്കിതിലേക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ചെറിയൊരു 3 കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 8ഓളം വറ്റൽ മുളകാണ്. കൂടാതെ ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ എന്ന് തന്നെ പറയുന്നത് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു കൈപ്പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും വേണം. അത് ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവില് ഇതുപോലെ പെരിഞ്ജീരകമാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചിട്ടെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടിംഗ് ഒന്ന് ഇളകി പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഞാനിപ്പോ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒക്കെ നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ആവശ്യമായിട്ട് വരും. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. അപ്പൊ ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുൾ നാരങ്ങയുടെ നീര് മുഴുവനും പിഴിഞ്ഞെടുത്തതാണ്. അപ്പൊ ഒരു നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ രാവിലെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇരട്ടി ടേസ്റ്റ് കിട്ടും. നമ്മൾ അത്രയും സമയമൊക്കെ ഈ ഒരു ചിക്കൻ ഇതുപോലെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. ഇതുപോലെ ഒരു പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് കിടക്കാണ്. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്താലേ ആ ഒരു കോട്ടിനൊന്നും പോകാതെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാരണം ആ ഒരു ചിക്കന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പതിയെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ചിക്കന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ ആ ഒരു സമയം കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ ഇതുപോലെ പുറമെ നന്നായിട്ട് മൊരിഞ്ഞ് എന്നാൽ ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വെന്തും കിട്ടണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ഈ ഒരു എണ്ണക്കകത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ ആദ്യം ഇട്ട് കൊടുത്ത ഒരു ചിക്കൻ ഫുള്ള് ഞാൻ ഈ ഒരു എണ്ണക്കകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു എണ്ണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ വന്നിട്ടില്ല. കറക്റ്റ് ആയിട്ട് ആ ഒരു കോട്ടിംഗ് ചിക്കനിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട്, എണ്ണയിലൊന്നും ആയിട്ടില്ല. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണക്കകത്ത് നിന്ന് കോരി മാറ്റുകയാണ്. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ എണ്ണയിലൊന്നും ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. നമ്മളൊരു കറിവേപ്പിലയെ കുറച്ച് ഏറെ തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഫ്ലേവർ മണമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നാരങ്ങാനീര് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ എല്ലാത്തിന്റെ മുകളിൽ കുറച്ചാകുന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ട്